ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 2024 നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 വരെയാണ്. അപ്പോൾ സഹകാരി റേസ് പ്ലസിൻ്റെ 2024 മിഷൻ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളെ കൃത്യമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. അതിന് മുന്നേ ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചോദിക്കുന്ന കുറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് സാർ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്, അതുപോലെ ഇതിൻ്റെ ഏജ് എത്രയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സിലബസ് ആണ് പഠിക്കേണ്ടത്, ഇനി ഒരു ബിഗിനറായി എനിക്ക് പഠിച്ചെത്താൻ പറ്റുമോ, അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. മക്കളെ, ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടല്ല പ്രധാനമായും നമ്മൾ 3 പരീക്ഷകളെടുത്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് മുന്നേ നടന്ന 2 പരീക്ഷകളിലും 1000-ഓളം പേരുടെ ലിസ്റ്റ് വരികയും 1000-ഓളം പേരുടെ ലിസ്റ്റ് ഏറെക്കുറെ പൂർണ്ണമായിട്ടും എടുത്തു പോയ ലിസ്റ്റാണ്. തൊട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ സഹകരണ മേഖലയിൽ പഠിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ, അവർക്ക് ഇത്രയും വലിയൊരു അവസരം, മാത്രമല്ല ജോലിയുടെ സ്വഭാവം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ സഹകരണ വകുപ്പിൽ എന്താണ്, സഹകരണ ബാങ്കിലല്ല, സഹകരണ ബാങ്കിന്റെ ഓഡിറ്റിംഗ് അതുപോലെ നിയന്ത്രണം എല്ലാം നിർവഹിക്കപ്പെടുന്ന സഹകരണ വകുപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് ജോലി പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത് CSCB വഴി നമുക്ക് കിട്ടുന്ന സഹകരണ ബാങ്കിലെ ജോലിയല്ല, എന്താണ്, സഹകരണ മേഖലയിൽ പഠിച്ച നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സെക്യൂരിറ്റിയുമുള്ള സർക്കാർ ജോലിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ സഹകാരി റേസ് പ്ലസിന്റെ മിഷൻ 2024 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ താഴെ കാണുന്ന മറ്റൊരു നമ്പർ ഉണ്ടാക്കി 9497742944 എന്ന നമ്പർ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ നോക്കുന്ന കോഴ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. കാരണം JCI ആണെന്ന് പ്രത്യേകം എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ക്ലാസിന്റെ സീരീസും അതുപോലെ ഫ്രീ എക്സാമിനേഷൻ സീരീസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന തരത്തിൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടികളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, തൊട്ട് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 2018 വന്ന നോട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കി നമ്മൾ അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, എന്താണ്, സഹകരണ വകുപ്പാണ് അല്ലേ. സഹകരണ വകുപ്പിലേക്കാണ് നമുക്ക് ജോലി കിട്ടുന്നത്. നെയിം ഓഫ് പോസ്റ്റ് നിങ്ങൾക്ക് അറിയാം, എന്താണ്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തന്നെയാണ് പോസ്റ്റിന്റെ പേര്. സ്കെയിൽ ഓഫ് പേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 29,200 മുതൽ 59,400 വരെ ആയിരുന്നു. ഇപ്പോൾ അത് എന്താ റിവൈസ് ചെയ്തിട്ടുണ്ടല്ലേ, 39,300 മുതൽ 83,000 വരെയാണ് ഇപ്പോൾ നിലവിലുള്ള സ്കെയിൽ ഓഫ് പേ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര ശമ്പളം കിട്ടും സാർ എന്നുള്ള കാര്യം. ശമ്പളം ഇത് അടിസ്ഥാന ശമ്പളം മാത്രമാണ് അല്ലേ. ഇതിനോടൊപ്പം വരുന്ന ബാക്കിയുള്ള എല്ലാ അലവൻസും എല്ലാം കൂടി നമ്മുടെ ശമ്പളം വരുന്നത്. അപ്പോൾ അതിൻ്റെ തുകയൊക്കെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അതുപോലെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജോലി, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ ആൾക്കാർ മാനിക്കും, ബഹുമാനിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യേണ്ട കാര്യം കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് ഏജ് ലിമിറ്റിനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് ഒരുപാട് സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഏജ് ലിമിറ്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 18 മുതൽ 37 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ, ഏജ് ലിമിറ്റ്. ഓക്കെ, ഇപ്രാവശ്യവും അതുപോലെ തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നമുക്കൊരു 7 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇൻ ദ കേസ് ഓഫ് സൂപ്പർവൈസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓർ എംപ്ലോയിഡ് ഇൻ ദ അപ്പെക്സ് റീജിയണൽ സെൻട്രൽ ഓർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എവിടെയൊക്കെയാണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ്, അപ്പെക്സ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർ ആവട്ടെ, ഇൻസ്പെക്ടേഴ്സ് ആവട്ടെ, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആവട്ടെ, അല്ലെങ്കിൽ റീജിയണൽ സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ എന്താ പ്രൈമറി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി ചെയ്യുന്ന ക്ലർക്ക്, മാനേജർ, സെക്രട്ടറി, ഈ തസ്തികൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരുപാട് ആനുകൂല്യങ്ങളൊന്നുമില്ല. 38 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാം. 1 വർഷം റിലാക്സേഷൻ ഉണ്ട് ഏജിൽ കേട്ടോ. പിന്നെ നമുക്ക് OBCക്കും അതുപോലെ SC STക്കും അതിന് ആനുപാതികമായ തരത്തിൽ എന്താ ഉണ്ടായിരിക്കും, റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 കാര്യങ്ങളൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. എന്താണ്, നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 37 വയസ്സ് വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഇത്രയും കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണെന്നെങ്കിൽ 1 വർഷം കൂടി അവർക്ക് ഏജിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലും വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് HDC പഠിച്ച ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ആർക്കെന്നറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് നമ്മുടെ BBA പഠിച്ച ആൾക്കാരല്ലേ, അതുപോലെ എന്താണ് BTech പഠിച്ച ആൾക്കാർക്കൊന്നും അപേക്ഷ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാര്യം എന്താണ്, BA ഓർ BSc ഓർ BCom ഡിഗ്രി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ റൂളിൽ. പിന്നെ അതിനകത്ത് സ്പെഷ്യൽ റൂൾ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ എല്ലാം അവസാനമാണ് ഇപ്പോൾ നിലവിൽ BTech BTechകളിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള, മനസ്സിലായില്ലേ, എന്താണ് UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയ എല്ലാ പേർക്കും എങ്ങനെയാണെങ്കിൽ
HDC അല്ലെങ്കിൽ JDC യോഗ്യത കൂടെ നേടിക്കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാം. പിന്നെന്താ BCom ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആ സ്പെഷ്യൽ സബ്ജക്ട്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ എനി ഡിഗ്രി എന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ഓർഡർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് എന്റെ നമ്പർ വാട്സാപ്പ് ചെയ്താൽ മതി, ഞാനൊരു ഓർഡർ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിലവിലത്തെ ക്വാളിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം. എന്താടാ, എനി ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് HDC അല്ലെങ്കിൽ JDC ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. രണ്ടാമത്തെ കാര്യം എന്താ, ബികോമിൽ നമ്മൾ വിത്ത് കോർപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്റ്റ് ചെയ്തിരിക്കണം. അതല്ലാത്ത BCom ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ BCom എലക്റ്റീവായിട്ട് എഴുതിയെടുത്ത ആൾക്കാർക്കും അപേക്ഷ സമർപ്പിക്കാം. ഒരു സംശയമുണ്ട് ഈ കാര്യത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനറൽ ക്വാളിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സംശയത്തിന് വേണ്ടി നിങ്ങൾ ഇനി വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പറഞ്ഞ ഡിഗ്രി എനി ഡിഗ്രി ആക്കിയിട്ടുണ്ട്. BA BSc BCom ഒന്നും അല്ല. എന്താണ്, നിങ്ങൾ BTech ഉള്ള ആളാണെങ്കിലും BBA ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDC JDC ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇനി കഴിഞ്ഞില്ല, ഇനിയുണ്ട് BSc കോർപ്പറേഷൻ ബാങ്കിങ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന BSc കോർപ്പറേഷൻ ബാങ്കിങ് യോഗ്യതയുള്ള ആൾക്കാർക്ക് അപേക്ഷ കൊടുക്കാം. അതുപോലെ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് ആൻഡ് വിത്ത് കോർപ്പറേഷൻ ആ സ്പെഷ്യൽ സബ്ജക്ട് അതുപോലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോർപ്പറേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് കോർപ്പറേഷൻ ഉള്ള ആൾക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ 38 വയസ്സ് വരെ നമ്മുടെ ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷന്റെ കാര്യം നമ്മൾ ഒന്നും കൂടെ എടുത്ത് പറയണം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ശ്രദ്ധിക്കുക മക്കളെ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇൻ ദ കേസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഓർ ഇൻസ്പെക്ടേഴ്സ് ഓർ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എംപ്ലോയിഡ് ഇൻ അപ്പെക്സ് റീജിയണൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് എംപ്ലോയീസ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക നിങ്ങൾ. പാസ് ഇൻ SSLC അല്ലേ, SSLC ഓർ ഇക്വലന്റ് SSLC പാസ്സായിരിക്കണം. അതുപോലെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും ഡിഗ്രി ഉണ്ടായിരിക്കണം, സംശയമില്ല അല്ലേ അക്കാര്യത്തിൽ. ഓർ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന എടുത്തു പറഞ്ഞിട്ടില്ല, ഇവിടെ ഡിഗ്രി മസ്റ്റാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പലർക്കും അറിയാം, നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ക്ലറിക്കൽ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും JDCയും 10th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം മിനിമം സർവീസ് ഓഫ് 5 years ആസ് സൂപ്പർവൈസറി ഇൻസ്പെക്ടേഴ്സ് ഓർ ഇൻ എനി മിനിസ്ട്രിയൽ പോസ്റ്റ് ഇൻ അപ്പെക്സ് ഓർ റീജിയണൽ സെൻട്രൽ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓർ ആസ് ക്ലർക്ക് സെക്രട്ടറി ഓർ മാനേജർ ഇൻ പ്രൈമറി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. ഇവർക്കാണ് ഈ പറഞ്ഞ എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. മനസ്സിലാക്കാം. സർവീസ് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യണം. സർവീസ് സർട്ടിഫിക്കറ്റ് ഫോമാറ്റ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വാലന്റ്. അതുപോലെ എന്താണ്, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC അല്ലേ, അതുപോലെ എന്താണ് JDC. പിന്നെ ഡിഗ്രിയുടെ കാര്യം ഇവിടെ എടുത്ത് പറയുന്നില്ല, ശ്രദ്ധിക്കുക. JDC നേടാൻ ഡിഗ്രി വേണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷേ ഇവിടെ എന്ത് വേണം, മിനിമം സർവീസ് ഓഫ് 5 years ആസ് സൂപ്പർവൈസേഴ്സ്. ഈ പറഞ്ഞ ഏത് കേഡറിലാണെങ്കിലും മിനിമം 5 years സർവീസും കൂടെ ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയാം. സർവീസ് കോട്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 38 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാനും പറ്റും. അവർക്ക് 10th ക്ലാസ് JDC, അതിനോടൊപ്പം ക്ലറിക്കൽ തസ്തികയിലോട്ടോ അതിന് മുകളിലോട്ടോ 5 വർഷം മിനിമം സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 38 വയസ്സ് വരെ അപേക്ഷിക്കാം. ഡിഗ്രി ആവശ്യമില്ലാതെ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് മക്കളെ, ഇപ്പോൾ 2015 ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. 2015 ലിസ്റ്റിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഏറ്റവും അവസാനം 2018 ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 935 അഡ്വൈസാണ് പോയിരിക്കുന്നത്. 935 സഹകരണ മേഖലയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഏകദേശം കഴിഞ്ഞ CSCB എക്സാമിനേഷൻ 30,000 താഴെ ആൾക്കാരാണ് അപേക്ഷ കൊടുക്കുന്നത് അല്ലേ. അതിൽ 1000 പേർക്ക് ജോലി കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, അതിനുശേഷം 2018 വിളിച്ച പരീക്ഷ അല്ലേ, അതിലിപ്പോൾ ഏറ്റവും അവസാനം 2023 ഡിസംബറിലാണ് ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുള്ളത്. അതിന് 400 പേരുടെ ലിസ്റ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ ടോട്ടൽ അഡ്വൈസ് നമ്പർ 313 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ വരെ 2024 ഒക്ടോബർ വരെ നിങ്ങൾ ലിസ്റ്റിലുള്ള ആൾക്കാർ ആരും പേടിക്കേണ്ട കേട്ടോ. പുതിയ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് ലിസ്റ്റ് ക്യാൻസൽ ആവാത്തൊന്നുമില്ല. അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഈ ലിസ്റ്റ് ക്യാൻസൽ ആവത്തുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഏതുവരെ കിട്ടും, ഒക്ടോബർ വരെ കിട്ടും. എന്തായാലും മെയ് മാസത്തിന് മുന്നേ ലിസ്റ്റ് വരാൻ പോകുന്നില്ല. അപ്പോൾ നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത റിട്ടയർമെന്റ് ഈ വരുന്ന മെയ് മാസത്തിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റിട്ടയർമെന്റ് മാസമായിട്ട് മെയ് മാസത്തിലോട്ട് കൂട്ടി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഈ മെയ് ജൂൺ മാസങ്ങൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ 400 തികയാതെ വരും എന്നുള്ളതാണ്. 400 പേരുടെ ലിസ്റ്റ് മിക്കവാറും തികയാതെ വരുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ള ആൾക്കാർ സപ്ലിമെന്ററി കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എപ്പോഴും റാങ്ക് ലിസ്റ്റിനെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധനം സപ്ലിമെന്ററി. മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് എല്ലാം ജോലി കിട്ടുന്നുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ.
അപ്പോൾ ഇനി വരുന്ന റാങ്ക് ലിസ്റ്റ് എന്തായാലും കുറഞ്ഞതൊരു 700 പേരുടെയെങ്കിലും അല്ലേ, ഇതിന് മുന്നേ ഉള്ളതല്ല 1000-ഓളം പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. എന്തായാലും കുറഞ്ഞത് നിങ്ങൾ അത്ര പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾ ഒരൊറ്റ വേക്കൻസി പ്രതീക്ഷിച്ചാൽ മതി, മനസ്സിലായോ? ഒറ്റ വേക്കൻസി പ്രതീക്ഷിച്ചാൽ മതി. 700 പേരുടെ മിനിമം എന്തായാലും 700 പേരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇതുവരെ നിലവിലുള്ള ഒരു ചിത്രം എന്ന് പറയുമ്പോഴത്തേക്കും ചരിത്രത്തിൽ എല്ലാ പ്രാവശ്യവും ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് തീർന്നു പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് കേട്ടോ. ബിക്കോസ് വേറെ ഒന്നുകൊണ്ടല്ല മക്കളെ, നമ്മുടെ നാട്ടിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണല്ലേ. അങ്ങനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ കൺകറന്റ് അടിച്ച് കൊണ്ടുവരണം. അതുപോലെ ടീം ഓടിച്ച് കൊണ്ടുവരുന്നുണ്ട് പുതുതായിട്ട്. ടീം ഓടിച്ച് ഇപ്പോൾ 2 ജില്ലകളിൽ പൈലറ്റ് പ്രോജക്റ്റായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ പുതിയ പ്രോജക്റ്റ് എല്ലാം വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഭാവിയിൽ നമുക്ക് കൂടുതൽ വേക്കൻസി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. 700 ആയിരിക്കണം എന്നില്ല, ഏറ്റവും കുറച്ച് പറഞ്ഞതാണ്, ഏറ്റവും ചെറിയ ഡേറ്റാണ്. അതിനേക്കാൾ കൂടുതൽ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നമുക്ക് സിലബസിലേക്ക് പോകാം. സിലബസ് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ പരീക്ഷയിൽ വന്ന സിലബസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ സിലബസ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC നമുക്കിട്ട് പണിയാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ PSC അവസാനം എന്തെങ്കിലും ഒരു പണിയാണത് വെച്ചേക്കും, എന്തെങ്കിലും എടുത്ത് മാറ്റി പുതിയ സാധനങ്ങൾ ഇടും, ഉറപ്പാണ് ആ കാര്യം, സംശയമൊന്നും വേണ്ട. പക്ഷേ നമ്മൾ ഈ PSCയുടെ സിലബസ് വരുന്നപ്പോഴാണ് പരീക്ഷയ്ക്ക് 2.5 അല്ലെങ്കിൽ 3 മാസം മുന്നേ. അതിനു മുന്നേ നമ്മുടെ കയ്യിലുള്ള സാധനം എത്ര മനോഹരമായിട്ട് കവർ ചെയ്ത് റിവൈസ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പോൾ നമുക്ക് മുന്നിൽ എന്താ ഉള്ളത്? നമ്മുടെ സൂചകം എന്താണ്? കഴിഞ്ഞ സിലബസാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമായിട്ട് ഇതിനെ 3 പാർട്ടായിട്ട് തിരിച്ചിരുന്നു. അപ്പോൾ പാർട്ട് 1 എന്തൊക്കെയായിരുന്നു മക്കളെ? കോർപ്പറേഷൻ, അതുപോലെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് ലോ, മറ്റ് കാര്യങ്ങൾ, അന്നത്തെ എല്ലാ കാര്യങ്ങളും സഹകരണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അങ്ങനെ 50 മാർക്കിന്. പിന്നെ 40 മാർക്കിന് ബാങ്കിങ് ആണ് ചോദിച്ചത്, പാർട്ട് 2 ആയിട്ട്. പിന്നെ വന്നത് പാർട്ട് 3 10 മാർക്കിന് IT ആൻഡ് സൈബർ ലോ. അപ്പോൾ പാർട്ട് 1 നമുക്ക് നോക്കാം. പാർട്ട് 1 എന്തൊക്കെയാണ്? ഫസ്റ്റ് ഹെഡ് നോക്കാം. ഞാൻ ഹെഡ് മാത്രമേ പറയുന്നുള്ളൂ. സിലബസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമ്മൾ അയച്ചു തരും. ഓക്കെ, കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാപിറ്റലും സോഷ്യലിസം എല്ലാം നമ്മൾ പഠിക്കുന്നതാണല്ലേ. ഡിഗ്രിക്കും HDCയും JDCയും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അതുപോലെ ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. വളരെ നമുക്ക് വളരെ ലളിതമായിട്ട് പഠിച്ചു പോകാവുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന, അതുപോലെ എന്താണ് കോർപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന ചോദ്യം നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് ഇല്ലാതെ കാര്യം നടക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ ഹെഡ് നോക്കാം. മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോഓപ്പറേഷൻ. ഓക്കെ, അതുപോലെ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നത്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓഡിറ്റ് നോട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല എന്താണ്, ഇഴകീറി പഠിക്കണം. നമ്മൾ മനസ്സിലായില്ലേ? ഇഴകീറി പഠിക്കണം. അതുപോലെ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് വളരെ പ്രധാനമുള്ള ഭാഗമാണ്. കാരണം പലപ്പോഴും നമുക്ക് CSEB-ക്കൊന്നും ഈ ഒരു ഏരിയ പലപ്പോഴും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് നോർമൽ CSEB എക്സാമിനേഷനിൽ നിന്ന് കവർ ചെയ്യാത്ത ഒത്തിരി ഏരിയാസ് അന്ന് PSC ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതുപോലെ നോക്കാം, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് നമ്മുടെ ലോയുടെ വളരെ സുപ്രധാനമായ ഭാഗമാണ്. അതുപോലെ സോഴ്സ് ഓഫ് ഫണ്ട്, കോർപ്പറേറ്റ് ലെജിസ്ലേഷൻ ഇന്ത്യ ആൻഡ് കേരള, സഹകരണ നിയമം അല്ലേ, വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ തല പുകയ്ക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയയാണ് നമ്മുടെ നിയമം അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. ഇനി നോക്കാം പാർട്ട് 2 കൊമേഴ്സ്യൽ ബാങ്കിങ്. കൊമേഴ്സ്യൽ ബാങ്കിങ് വരുന്നത്. അതുപോലെ പാർട്ട് 2 ബാങ്കിങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 40 മാർക്കിന് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലേ. കൊമേഴ്സ്യൽ ബാങ്കിങ് 2, സെൻട്രൽ ബാങ്കിങ് 3, ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ്, അതിനകത്ത് പ്രീ ലിബറലൈസേഷൻ പീരീഡിനെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. അതുപോലെ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്. ഇനി വരുന്ന എന്താണ്? ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഭാഗത്തുനിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് വളരെ മനോഹരമായിട്ട് വിശദമായിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, റീസെന്റ് ട്രെൻഡ്സ് അല്ലേ, അത് വളരെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ 40 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഒരു പണി നിങ്ങൾക്ക് അറിയാം. ഇനി നോക്കാം പാർട്ട് 3 IT ആൻഡ് സൈബർ ലോ. കഴിഞ്ഞ പ്രാവശ്യം IT ആൻഡ് സൈബർ ലോ താരതമ്യേന നമ്മുടെ JCA എക്സാമിനേഷൻ ഈസി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വന്ന KS കാർഡ് ബാങ്ക് എക്സാമിനേഷൻ ഒക്കെ നല്ല പണി വെച്ച ഒരു ഏരിയ ആണല്ലേ, അല്ലേ? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് PSC പരീക്ഷ സ്ഥിരമായിട്ട് എഴുതാൻ ആൾക്കാർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹാർഡ്വെയർ ആദ്യം നോക്കണം. ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, ഇത്രയും കാര്യങ്ങൾ, ഇത് എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്, കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതുപോലെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കണം. ഇവിടെ എടുത്ത് പറഞ്ഞ ലാംഗ്വേജസ് നീഡ് നോട്ട് ടു ബി കൺസിഡേർഡ്. പക്ഷേ കഴിഞ്ഞ KS കാർഡ് ബാങ്ക് പരീക്ഷയിൽ ലാംഗ്വേജിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
മനസ്സിലായ? ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് അതിനകത്തുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ നോക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് നോക്കണം. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, വാൻ, ലാൻ, മാൻ, അല്ലേ, ഇതെല്ലാം ഓരോ നെറ്റ്വർക്ക് മാത്രം പഠിച്ചാൽ അപ്പോൾ നെറ്റ്വർക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ തിരിഞ്ഞു പോകരുത്. കഴിഞ്ഞ കാസ്കാഡ് ബാഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് കേട്ടോ. അതുപോലെ ഇന്റർനെറ്റ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി കഴിഞ്ഞില്ല സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് വരുന്നുണ്ട് മക്കളെ. അതിനകത്ത് ടൈപ്സ് ഓഫ് ക്രൈംസ്, അവയർനെസ് ലെവലാണ്. അവയർനെസ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും നിയമം നന്നായിട്ട് പഠിക്കണം. നിയമത്തിനകത്ത് ഓരോ കുറ്റകൃത്യങ്ങളും, ആ കുറ്റകൃത്യങ്ങളുള്ള ശിക്ഷ എന്താണെന്നുള്ള കാര്യവും, പിന്നെ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസ്, കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് നിയമം പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് എത്ര 100 മാർക്കിൽ നമുക്കൊരു 98 മാർക്കുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ പഠിച്ചിട്ട് പോകണ 98 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കണം. പറ്റുമോ? സാധാരണ പറ്റാറുണ്ടോ? ഇല്ല. എന്താ കാരണം? കൃത്യമായ റിവിഷൻ പലരും ചെയ്യില്ല എന്നുള്ളതാണ്. റിവിഷൻ കൃത്യമായിട്ട് ചെയ്യണം മക്കളെ, റിവിഷൻ ചെയ്യണം. അപ്പോൾ റിവിഷൻ ചെയ്താൽ മാത്രം മതിയോ? പോരാ. എന്താ കാര്യം? റിവിഷൻ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചുണ്ടാകുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പിന്നെ നോക്കി പോകുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം? കഴിഞ്ഞ പരീക്ഷയുടെ പാറ്റേൺ ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. കാര്യം എന്നതാ, 2018 വിളിച്ച നോട്ടിഫിക്കേഷൻ 19 കോവിഡ് സമയത്ത് പരീക്ഷ കഴിഞ്ഞല്ലേ, നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ വളരെ കുറച്ച്. ഇപ്പോൾ നോക്കുക, 1.5 മണിക്കൂർ ആക്കി വയ്ക്കണം പരീക്ഷ ഡ്യൂറേഷൻ. 1.5 മണിക്കൂർ. ഈ 1.5 മണിക്കൂർ 15 മിനിറ്റ് കൂട്ടി തന്നത് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയില്ല, പണി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും 40 മുതൽ 50 ക്വസ്റ്റ്യൻസ് എന്താണ്? പ്രസ്താവന ചോദ്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ സഹകാരിയോടൊപ്പം നിൽക്കാൻ, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ കേട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും അഡ്മിഷൻ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഓഫ്ലൈൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. കാര്യം ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. കാരണം നമുക്ക് അത്ര പേര് ഇരുത്താനുള്ള സൗകര്യമുള്ളൂ, അത്ര പേര് മതി എന്നുള്ളതാണ്. ഒരുപാട് പേരെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല. അപ്പോൾ നിങ്ങൾ താല്പര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ട് വരാൻ പറ്റുന്നവർ മാത്രം അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ രണ്ടാഴ്ച അല്ല, ഇപ്പോൾ അറിയാലോ, ഒരാഴ്ച ഇത്ര ദിവസം ക്ലാസ്, ഇത്രയും ദിവസം കൺസിക്യൂട്ടീവ് ആഴ്ചയിലാണ് നിങ്ങൾ പുറത്താക്കി അടുത്ത ആളിനെ കേട്ടു. ആ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതിന് മാത്രമേ അഡ്മിഷൻ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ വീക്കിലി എക്സാമിനേഷൻ എഴുതാൻ പറ്റാത്തവൻ വരണ്ട. വീക്കിലി നിങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് വീക്കിലി റിവിഷൻ തുടങ്ങും. അതിൻ്റെ ആ പരീക്ഷ തിങ്കളാഴ്ച രാത്രി 12 മണിയിൽ എഴുതാൻ സമയം തരും. ഇതിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, നിങ്ങൾ വരണ്ട, നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഫീസ് അടച്ചാൽ നിങ്ങൾ പുറത്താവും. ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കേട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെബിനാർ അറ്റൻഡ് ചെയ്യണം. വെബിനാർ അറ്റൻഡ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തതിന് ശേഷം മാത്രം നിൽക്കുക. പിന്നെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ ഓൺലൈൻ്റെ ഓഫ്ലൈൻ്റെ കാര്യം പറയുന്നത്, ഈ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറിനെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുള്ള ക്ലാസ്സിലേക്ക് എടുക്കുന്നത്. കാര്യം എന്താ? ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ യൂട്യൂബിൽ ഒത്തിരി ക്ലാസ്സുകൾ, പഴയ ക്ലാസ്സൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ആ ക്ലാസ്സുകളൊന്നും അല്ല മക്കളെ. സംഭവം അടിപ്പനായിരിക്കും, പൊരിപ്പനായിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം? പറയുന്ന പോലെ കേൾക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫ്രീ ക്ലാസ് സീരീസിൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ബാക്കി പഠിക്കുക, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വർക്ക് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, അതുപോലെ ചെയ്യുക, കണ്ണും പൂട്ടി ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല സജഷൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കാം, നമുക്ക് നോക്കാം. ഉറപ്പായിട്ട് നോക്കും നമ്മൾ, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ എന്ത് ചെയ്യണം? അങ്ങോട്ട് പറയുന്ന ആൾ കേൾക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറായിട്ട് കാണാം. താങ്ക് യു.